ചെങ്ങായിമാരെ ആരാന്റെ കുട്ടികൾക്ക് വാപ്പാന്ന് കേട്ടിട്ടുണ്ടെങ്കില് കണ്ടോളി ഇതാ ഇങ്ങോട്ട് നോക്കടാ. കുറുക്കോളി കൊടുന്ന റോഡാണ് ഒറിജിനൽ റബ്ബറൈസ് റോഡ്. നിങ്ങളെ കുണ്ടനാടായി റോഡല്ലത്. ആര് കൊടുന്ന റോഡ്? കുറുക്കോളി കൊടുന്ന റോഡാണ് ഒറിജിനൽ റബ്ബറൈസ് റോഡ്. കുറുക്കോളി കൊടുന്ന റോഡാണ്. നിങ്ങള് 3 ആൾക്കാരുണ്ടാവില്ലല്ലോ, ഇതിപ്പോ 2 ആൾക്കാരുള്ളൂ. മണ്ഡലത്തിലുള്ള ഒരു ഉൾഭാഗത്തുള്ള റോഡിലാണ് റബ്ബറൈസ്ഡ് 4 കോടി ചെലവില് പ്രതിപക്ഷത്തുള്ള കുറുക്കോളി മൊയ്തീൻ സിറ്റിംഗ് MLA പടപ്പൊരുതി കൊണ്ടുവന്ന റോഡാണ്. ഇതുപോലെ ഒരുപാട് കർമൂസ തണ്ടായിട്ട് പഴയ അതേ പരിപാടിക്കാരം. ബാക്കി പറയും. ഇതുപോലെ ഒരുപാട് പല വികസനങ്ങളും തിരൂർ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. എന്റെ കൈകൾ രണ്ടും ഭദ്രമാണ്, കറകളില്ലാത്ത കൈകളാണ്. ശുദ്ധമാണെന്നല്ലേ കജ്ജ കീറ്റ് കല്യാണ പരിപാടി. ആരാണ് ഇങ്ങനെ പറയണ്ട MLA? അദ്ദേഹത്തിന്റെ ഒരു ഇങ്ങനെയൊക്കെ നോണ പറയുമ്പോ കുറച്ചൊരു ഉസുറും പൊളിയും വേണ്ടേ? ചോദിച്ചാൽ ചെയ്തു അവിടെ ആൾക്കാരോടെങ്കിലും. ഇത് ഇവിടെ കുലുങ്ങും പറയാന്നല്ലാതെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. ഇതാ കണ്ടോ. പ്രിയപ്പെട്ടവരെ, വെട്ടിച്ചിറ പുന്നത്തല മുഴങ്ങാണി റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ചിത്രീകരിക്കാനുണ്ടായ സാഹചര്യം മറ്റൊന്നും കൊണ്ടല്ല, ഒരു കൂട്ടർ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഈ റോഡിന്മേൽ ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇക്കൂട്ടർക്ക് 5ഓളം മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്തു പോലും ഈ റോഡിനെ കുറിച്ചൊന്നും ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. 2025 ആദ്യ വാരത്തിൽ PWD വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരാവകാശ മറുപടി പ്രകാരം ആദവനാട് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ എന്തിനേറെ പറയുന്നു, നമ്മുടെ MLA പോലും ഈ റോഡിന് വേണ്ടിയിട്ട് 1 രൂപ പോലും അവരുടെ ഒന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും മാറ്റിവെച്ചിട്ടില്ല. വലിയ തമാശ എന്തെന്നാൽ ഈ റോഡ് കടന്നു പോകുന്നത് തിരൂർ കോട്ടക്കൽ മണ്ഡലങ്ങളിലൂടെയാണ്. പക്ഷേയോ ഇതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മുടെ തിരൂർ MLA മാത്രവും. ഇവരെന്നെ ഈ കുലുക്കല്. ഇനി നമുക്ക് സത്യാവസ്ഥ എന്തെന്നറിയാം. കേരള സർക്കാരിന്റെ 2024-25 ബഡ്ജറ്റിലാണ് ഈ റോഡിനുള്ള ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ആ ബഡ്ജറ്റിൽ 4 കോടിയോളം രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് PWD നമുക്ക് നൽകിയ വിവരാവകാശ പ്രകാരം പറയുന്നത്. ഈ റോഡുമേൽ അവകാശവാദം ഉന്നയിക്കുന്നവരെ എത്ര കാലം നിങ്ങൾക്ക് ഈ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു? അങ്ങനൊന്നും പറയല്ലടാ, പാവല്ലേ. ഒരിഞ്ഞിപ്പോ ഹൈവേ കയറി കാണിച്ചു കുലുക്കൂട്ടാ. ഇല്ല, ഈ കുലുക്കലേട് ഈ വക തള്ളല്ലാതെ ഈ തിരൂര് മണ്ഡലത്തിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ നമ്മളെ തിരൂർക്ക് വികസനം വരണമെന്നുണ്ടെങ്കിൽ വി അബ്ദുറഹ്മാൻ ഇവിടെ വിജയിക്കന്നെ ചെയ്യണം. എന്നാ വികസനം വരിക തിരൂർ.